സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് എടുക്കുന്നത്. 4th യൂണിറ്റിലെ തന്നെ ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ബസന്ത് മേരെ ഗാവ് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു. കുറച്ചും കൂടിയൊക്കെ വർക്കുകൾ അതിൻ്റെ കൂടെ ചെയ്യാണ്ട് അത് ഇനി റിവിഷൻ ടൈമിലായിരിക്കും നമ്മളത് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് ടോട്ടൽ 3 ചാപ്റ്ററാണുള്ളത്. ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററും പിന്നെ 5th യൂണിറ്റിലെ ബച്ചെ കാം പർ ജാ രഹേ ഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയവും ഗുഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയും ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയും, ഇങ്ങനെ 3 ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. എല്ലാ യൂണിറ്റിൻ്റെ അവസാനം അതിരിക്ത് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമുണ്ട്. ഇത് നമ്മളിത് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ പാഠം നിങ്ങളെ വായിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ദിശാഹീൻ ദിശ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരാം. നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് അല്ലേ? പല യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. യാത്രക്ക് പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ പല തയ്യാറെടുപ്പുകളും നടത്തും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും വീട്ടിൽ നിന്ന് കുടുംബക്കാരുടെ കൂടെയൊക്കെ ആണെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെ ആണെങ്കിലും എല്ലാ യാത്രക്കും ഒരു തയ്യാറെടുപ്പുണ്ടാവും. എവിടെ പോകുന്നത്, എവിടെ താമസിക്കുന്നത്, എന്തൊക്കെ കൊണ്ടുപോകണം, പിന്നെ എവിടെയൊക്കെ എന്തെല്ലാം സ്ഥലങ്ങൾ കാണണം, എവിടെയൊക്കെ കാണണം അല്ലേ, തുടങ്ങിയ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും. ഇവിടെ മോഹൻ രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദിയിലെ മഹത്തായ അറിയപ്പെടുന്ന കവിമാരിൽ ഒരാളായ മോഹൻ രാകേഷ് ഒരു യാത്ര പുറപ്പെടുകയാണ്. യാതൊരുവിധ തയ്യാറെടുപ്പുമില്ലാതെ ഒരു യാത്ര. ആ യാത്രയിലെ മനോഹരമായിട്ടുള്ള ചില അനുഭവങ്ങളാണ്, പ്രതീക്ഷിക്കാതെ വന്ന ചില അനുഭവങ്ങളാണ് അദ്ദേഹം ഈ ചെറിയൊരു യാത്രാവർണ്ണനയിലൂടെ പറയുന്നത്. അപ്പോൾ തീരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു യാത്രയും അതോടനുബന്ധിച്ച് നല്ലൊരു അനുഭവമൊക്കെയാണ് ഈ യാത്രാവർണ്ണനയിൽ പറയുന്നത്. ഓക്കെ, യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ യാത്രാവർണ്ണന. മോഹൻ രാകേഷിന്റെ യാത്രാവർണ്ണനയാണ് ദിശാഹീൻ ദിശ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ഹിന്ദി സാഹിത്യത്തിലെ മഹാന്മാരായ കവിമാരിൽ ഒരാളായ മോഹൻ രാകേഷിന്റെ ജന്മം 1925 ജനുവരി 8-നാണ്. ജനുവരി 8-ന് അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. 1972 ജനുവരി 3-ന്. ഓക്കെ, അപ്പോൾ പാഠഭാഗത്തിലേക്ക് വന്ന് ദിശാഹീൻ ദിശ മോഹൻ രാകേഷ് यात्रा वृत्त। घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेखा नहीं थी. വീട്ടിൽ നിന്ന് യാത്രക്ക് പോവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നില്ല. രൂപരേഖ, ഒരു വിധ തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല. ബസ് एक अस्थिरता ही थी जो मुझे अंदर से देखे नहीं. ഒരു കൃത്യതയില്ലായ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കൃത്യതയില്ലായ്മ ഉണ്ടായിരുന്നു. समुद्र तट के प्रति मन में एक ऐसा आकर्षण था, मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. സമുദ്ര തീരത്തോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് യാത്രയും പ്ലാൻ ചെയ്യുമ്പോഴും സമുദ്രത്തിന്റെ വിശാലത എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഏത് യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും സമുദ്രത്തിന്റെ വിശാലത എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുമായിരുന്നു. बहुत बार सोचा था कि कभी समुद्र तट के साथ साथ एक लंबी यात्रा करूंगा, परंतु यात्रा के लिए समय और साधन सदा साथ साथ मेरे पास कभी नहीं रहते थे. ഒരുപാട് ആഗ്രഹിച്ചതാണ് സമുദ്ര തീരത്തിലൂടെ ഒരു വലിയ യാത്ര നടത്താൻ. എന്നാൽ യാത്രക്ക് ആവശ്യമുള്ള സമയവും അതിൻ്റെ സാധനങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ മുടങ്ങി പോവുകയായിരുന്നു പതിവ്. ഉൻ ദിനോ നൗക്കരി ചോड़ दी थी और पास में कुछ पैसे भी. ഞാൻ റിട്ടയർ ചെയ്ത് പിന്നെ ആ സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. इसलिए मैंने तुरंत चल देने का निश्चय कर लिया. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോവാനുള്ള തയ്യാറെടുപ്പ് നടത്തി, തീരുമാനിച്ചു. पहले सोचा कि सीधे कन्याकुमारी चला जाओ और वहां से रेल, मोटर या नाव जहां जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बंबई तक की यात्रा करें.
ഞാൻ ആദ്യം ചിന്തിച്ചത് നേരെ സീതാ കന്യാകുമാരി ചലനോ, നേരെ കന്യാകുമാരിയിലേക്ക് പോയിട്ട് വഹാംസെ റെയിൽ മോട്ടോർ യാനാവും, അവിടെ നിന്ന് ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ തോണിയിലോ ജോ ജഹാസെ മിലെ എന്താണോ കിട്ടിയത് ഉസ്മേ പശ്ചിമി സമുദ്ര തടുക്കെ സാത് സത് ഗോവ. പശ്ചിമി സമുദ്ര തടുക്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ സമുദ്ര തീരങ്ങളിലൂടെ ഗോവയിലേക്കും അവിടെ നിന്ന് ബംബൈക്ക് യാത്ര, അവിടെ നിന്ന് ബോംബെയിലേക്കും പോകാനാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. മനസ്സിലാക്കണം. രാസ്തമേ ജഹാ മൻ ഹുവ വഹി കുച്ച് ദിൻ രഹ് ജാവൂ. പോകുന്ന വഴിയിൽ എവിടെയാണോ ഇഷ്ടപ്പെട്ടത് അവിടെ താമസിക്കുക. അതാണ് എൻ്റെ തീരുമാനം. പോകുന്ന വഴിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് താമസിക്കുക. ഷിംല മേ ഹമാരെ സ്കൂൾ മേ കൈ ലോക് ദക്ഷിൺ ഭാരതീയത. ഷിംലയിൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ ഒരുപാട് ഉത്തരേന്ത്യക്കാരുണ്ട്. ദക്ഷിണേന്ത്യക്കാർ, ഉത്തരേന്ത്യക്കാരല്ല ദക്ഷിണേന്ത്യക്കാർ ഉണ്ടായിരുന്നു. ഉന്മേം സെ ഏക് നെ കഹാ താ കി രഹ്നെ കെ ലിയെ കണ്ണൂർ ബഹുത് അച്ഛി ജഗഹ്. അവരിൽ ഒരാൾ, ആ കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു താമസിക്കാൻ ഏറ്റവും നല്ലത് കണ്ണൂരാണ്. ഏക് ഔർ കാ കഹ്നാ താ കി ഏക് ബാർ കൊല്ലം പहुंच जाऊं तो वहां से और कहीं जाने को मेरा मन नहीं होगा. വേറൊരാൾ പറഞ്ഞത് എന്താണ്, ഒരിക്കൽ കൊല്ലത്ത് പോയാൽ പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നില്ല, അത്രയും നല്ലൊരു സ്ഥലമാണ് കൊല്ലം. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं. ഡൽഹിയിലുള്ള എൻ്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു പശ്ചിമി സമുദ്ര തീരങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലം ഗോവയാണ്. അപ്പൊ നമ്മൾ യാത്രക്ക് പോകുമ്പോൾ പലരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ചോദിക്കിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വഹാം ഗുലാ സമുദ്ര തട് ഹെ. ഗോവയിൽ വിശാലമായ സമുദ്ര തീരങ്ങളുണ്ട്. एक आदिम स्पर्श के लिए प्राकृतिक रमणीयता और सबसे बड़ी बात है कि जीवन बहुत सस्ता. ആദിമകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ പ്രകൃതി സൗന്ദര്യങ്ങളുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ജീവൻ ബഹുത് സസ്ത, വളരെ ലളിതമായിട്ട് അവിടെ ജീവിക്കാം, വലിയ പൈസയൊന്നും വേണ്ട ജീവിക്കാൻ. രഹിനെ ഗാനയ്ക്ക് ഹർ സുവിധ വഹാം ബഹുത്തോടെ പൈസമേ പ്രാപ്ത സക്തിയെ. താമസിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ കുറഞ്ഞ പൈസക്ക് കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗോവ. അതാണ് സസ്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. मेरे लिए सभी जगहें अपरिचित थी, इसलिए मुझे सभी में आकर्षण लग रहा था. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളും അപരിചിതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും എനിക്ക് വലിയ ആകർഷണമായിട്ടാണ് തോന്നിയത്. എവിടെ ഏത് സ്ഥലത്തിന്റെ പേരിട്ടാലും ഒക്കെ വലിയൊരു ആകർഷണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. इसलिए मुझे കൊച്ചിൻ, കണ്ണൂർ, മാംഗ്ലൂർ, ഗോവ. കൊച്ചിനും കണ്ണൂരും മാംഗ്ലൂരും ഗോവയും ആലപ്പിക്ക് ബൈക്ക് വാട്ടേഴ്സ് അവർ നീലഗിരിക്ക് പഹാടിയാണ്. ആലപ്പുഴയിലെ കായൽ തീരങ്ങളും നീലഗിരി പർവ്വതങ്ങളും ഇതെല്ലാം എൻ്റെ മനസ്സിനെ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. സബ്കെ പ്രതി മൻമേ ഏക് സി ആത്മീയത ജഗ്തി. ഈ സ്ഥലങ്ങളോടെല്ലാം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു പോകാൻ. जैसे कि मेरा मन इन स्थानों को कभी का घनिष्ठ संबंध हो रहा. ആ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള വല്ലാത്തൊരു ആഗ്രഹവും എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മോഹൻ രാകേഷ് തൻ്റെ യാത്രക്ക് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന് പല തീരുമാനങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ. ആദ്യം കന്യാകുമാരി പോവാം, അവിടെ നിന്ന് ട്രെയിനിലോ ബസ്സിലോ തോണിയിലോ ഗോവയിലേക്കും മുംബൈയിലേക്കൊക്കെ പോവാം എന്നൊക്കെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. എല്ലാ സ്ഥലങ്ങളോടും അദ്ദേഹത്തിന് വല്ലാത്തൊരു പോകാനുള്ള ഒരു ആകർഷണം, താല്പര്യം ഉണ്ടായിരുന്നു. സബ്സെ അധിക ആത്മീയത കന്യാകുമാരിക്ക് തടുക്കോ ലേക്കർ മഹസൂസ്. ഏറ്റവും അധികം ആത്മീയത അല്ലെങ്കിൽ താല്പര്യം തോന്നിയത് കന്യാകുമാരി തീരങ്ങളോടായിരുന്നു. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुई व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता? കേവൽ വിപരീത ആകർഷണം. എന്താ പറഞ്ഞത്, ഒരു ഇടുങ്ങിയ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച എനിക്ക് വിശാലമായ ഇത്തരം സ്ഥലങ്ങളോട് തോന്നുന്ന താല്പര്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേവൽ വിപരീത ആകർഷണം, ഒരു വിപരീതമായിട്ടുള്ള താല്പര്യം. കാരണം ഞാൻ ജീവിച്ചതും വളർന്നതൊക്കെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. പക്ഷേ എൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത് വിശാലമായിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങൾ തേടിയാണ്. അതൊരു വിപരീതകരമായിട്ടുള്ള ആകർഷണമാണെന്നാണ് മോഹൻ രാകേഷ് പറയുന്നത്. ഓക്കെ, घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूंगा.
വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോൾ, എവിടെ, എത്ര ദിവസം താമസിക്കുമെന്നൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. हाँ चलने तक इतना निश्चय कर लिया था कि पहले सीधा कन्याकुमारी इनने जाकर बम्बई होता हुआ गोवा चला जाऊंगा और वहां से कन्याकुमारी की ओर യാത്ര प्रारंभ. ഒരു കാര്യം മാത്രം തീരുമാനിച്ചു, നേരെ സീതേ കന്യാകുമാരി ഇന്നെ ജാക്കർ, നേരെ കന്യാകുമാരി പോകാതെ, അതാണ് ഇന്നെ ജാക്കർ, ബംബൈ ഹൊത്ത ഹുവ, ബോംബെയിലേക്ക് പോയിട്ട് ഗോവ ചല, അവിടെ നിന്ന് ഗോവയിലേക്ക് പോവാം. വഹാംസെ കന്യാകുമാരിക്ക് ഒരു യാത്ര പ്രാരംഭം, അവിടെ നിന്ന് ഗോവയിൽ നിന്നാണ് വീണ്ടും എങ്ങോട്ട് പോകേണ്ടത്, കന്യാകുമാരിയിലേക്ക് പോകേണ്ടത്. ഇസ്ലിയെ ചാഹത്താക്കി മേരെ യാത്ര അന്തിം പടാവ് കന്യാകുമാരി. ഒരു കാര്യം മാത്രം ഞാൻ കൃത്യമായി ഓർത്തിച്ചിരുന്നു, എൻ്റെ യാത്രയുടെ അവസാനം എവിടെയായിരിക്കണം, അത് കന്യാകുമാരി ആയിരിക്കണം. അതാണ് എൻ്റെ മനസ്സിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം. ബാക്കിയൊക്കെ ചെറിയ അപ്പുണ്ടാക്കുന്ന തീരുമാനങ്ങളായിരുന്നു. ആദ്യം വിചാരിച്ച പോലെ ആയിരുന്നില്ല, പിന്നീട് തീരുമാനിച്ചെന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. ഡിസംബർ സൻ 52 താരീഖ് 1952 ഡിസംബർ 25. थर्ड क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने के लिए मिल जाए वह बड़ी बात होती है. ട്രെയിനിലെ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ മുകളിൽ കിടക്കാനുള്ള ഒരു സൗകര്യം കിട്ടി. അത് അന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു കാര്യമായിരുന്നു. മുകളിൽ കിടക്കാനുള്ള സാഹചര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. മുझे ऊपर की सीट मिल गई, എനിക്ക് മുകളിലത്തെ സീറ്റ് തന്നെ കിട്ടി. सोच रहा था कि अब बम्बई तक की यात्रा में कोई असुविधा नहीं. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ബോംബെ വരെയുള്ള യാത്രയിൽ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചു. രാത്രി को ठीक से सो सकता, രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാം. മഗർ രാത്രിയായി, അങ്ങനെ രാത്രിയായി. तो मैं वहां सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मल्ल अब्दुल जब्बार से गज़लें सुन रहा था. എന്നാൽ സുഖമായി കിടന്നുറങ്ങേണ്ട ഞാൻ ഭോപ്പാൽ തടാകത്തിൽ തോണിയിൽ കിടന്നുകൊണ്ട് വൃദ്ധനായ തോണിക്കാരനായ അബ്ദുൽ ജബ്ബാറിന്റെ ഗസലുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ട്രെയിനിൽ കിടന്ന് ഉറങ്ങേണ്ട ഞാൻ ഭോപ്പാൽ തടാകത്തിലെ തോണിയിൽ കിടന്നിട്ട് വൃദ്ധനായ മല്ലാഹ് തോണിക്കാരനായ അബ്ദുൽ ജബ്ബാറിന്റെ ഗസലുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഭോപ്പാൽ സ്റ്റേഷൻ पर मेरा मित्र अविनाश जो वहां से निकलने वाले एक हिंदी दैनिक का संपादन करता था. ഭോപ്പാൽ സ്റ്റേഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവിനാഷ്. അവൻ അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഹിന്ദി പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. സമ്പാദകൻ എന്ന് പറഞ്ഞാൽ എഡിറ്റർ. മുझसे मिलने के लिए आया था, അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. मगर बात करने की जगह उसने मेरा बिस्तर लपेट कर खिड़की से बाहर फेंक दिया. അദ്ദേഹം സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കിടക്ക ചുരുട്ടിയിട്ട് ഈ വാതിലിനോട് പുറത്തേക്ക് എറിഞ്ഞു. അവർ खुद मेरा सूटकेस लिए हुए नीचे उतर गया. എന്നിട്ട് എൻ്റെ सूटकेस എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. इस तरह मुझे एक रात के लिए वहां रह जाना पड़ा. അങ്ങനെ ആ രാത്രി അവിടെ എനിക്ക് കഴിയേണ്ടി വന്നു, ഭോപ്പാൽ സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. रात को 11 के बाद हम लोग घूमने निकले. രാത്രി 11 മണിയായപ്പോൾ ഞങ്ങളൊന്ന് ചുറ്റാനിറങ്ങി, ഒന്ന് പുറത്തിറങ്ങി. അതാണ് घूमने निकले എന്ന് പറഞ്ഞത്. घूमते हुए भोपाल ताल के पास पहुंचे तो मन हो आया कि नाव लेकर चिदर झील की सौर की इच्छा. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് മനസ്സിനൊരു ആഗ്രഹം, തോണിയിൽ കയറിയിട്ട് ഈ തടാകത്തിലൂടെ കുറച്ചു നേരം ഇങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. नाव ठीक की गई और कुछ की देर में हम झील का उस भाग में पहुंच गए जहां से चारों ओर के किनारे दूर नजर आते. അങ്ങനെ തോണിയിൽ കറക്റ്റ് ഞങ്ങൾ തോണിയിൽ കയറി. തോണി കുറേ മുന്നോട്ട് തീരത്തിന് കുറേ അപ്പുറത്തേക്ക് എത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ 4 തീരങ്ങളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു. കായലിന്റെ കുറേ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ 4 തീരങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് കാണാമായിരുന്നു. തോണിയിൽ അവിനാശുണ്ട്, മോഹൻ രാകേഷ് ഉണ്ട്, വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാർ. वहां आकर अविनाश के मन में न जाने क्या बाहुगदा झांक आई कि उसने एक नजर पानी पर डाली. एक दूर के किनारों पर और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हमें से कोई कुछ गा सकता. അവിടെ എത്തിയ സമയത്ത് അവിനാശിൽ ഒരു പ്രത്യേക ഭാവമാറ്റമുണ്ടായി. അവൻ
കുറച്ചു നേരം വെള്ളത്തിലേക്ക് നോക്കിയിട്ട്, കുറച്ചു നേരം തീരങ്ങളിലേക്ക് നോക്കിയിട്ട് ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു കലാകാരനെ പോലെ, പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു കലാകാരനെ പോലെ അവൻ പറയാണ്, ഈ സമയത്ത് നമ്മളിൽ ആരെങ്കിലും ഒരാൾ പാടിയാൽ വളരെ മനോഹരമായിരിക്കും. അതാണ് കുച്ച് ഗാസക്ത, ആരെങ്കിലും ഒരു പാട്ട് പാടിയാൽ അതിമനോഹരമായിരിക്കും എന്ന് അവിനാശ് ഞങ്ങളോട് പറഞ്ഞു. മേ ഗാത്തോ നഹി സക്ത ഹുസൂർ, എനിക്ക് പാടാനൊന്നും അറിയില്ല എന്ന് ബൂഡാമല ഹാത്തിച്ചോട്ട്, ബൂഡാമല വൃദ്ധനായ തോണിക്കാരൻ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, എനിക്ക് പാടാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. മഗർ ആപ്പ് ചാഹൻ തോ ചന്ദ് ഗസലേൻ തറന്നും കെ സാത്ത് അർച്ച് കർ സക്ത, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് കുറച്ച് ഗസലുകൾ ഇവിടെ ആലപിക്കാം. ഔർ മാഷാ അല്ലാഹ് ചുസ്ത് ഗസലേൻ, മനോഹരമായ ഗസലുകൾ, ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആ പാട്ടുകൾ, ഗസലുകൾ ഇവിടെ ആലപിക്കും. ജരൂർ ജരൂർ ഹംനെ ഉത്സാഹത്തെ സാത്ത് ഉസ്കെ പ്രസ്താവ് കാ സ്വാഗതം ചെയ്യാം. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ സ്വീകരിച്ചു. ബൂഡെ മല്ലാഹിനെ ഗസൽ ചെറുതി, അങ്ങനെ വൃദ്ധനായ തോണിക്കാരൻ ഒരു ഗസൽ അവിടെ അവതരിപ്പിച്ചു. ഉസ്ക ഗല കാഫി അച്ഛത ഔർ സുനാനെ കാ അന്ദാസ് പി ഷായരന, അദ്ദേഹത്തിന്റെ സൗണ്ട് വളരെ മനോഹരമായിരുന്നു. ഒരു അത് കേൾപ്പിക്കുന്ന രീതി ഷായരാന, ഒരു കവി കേൾപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ ഗസലുകൾ അവിടെ ആലപിച്ചത്. ഷായരാന കവിയുടെ പോലെ. കാഫി ദേർ ചപ്പുവും കെച്ചോടെ വഹിച്ചും ചുംകർ ഗസലെ ചുനാത്തരെ, കുറെ നേരം അദ്ദേഹം തോഴ മാറ്റി വെച്ചിട്ട് ഗസലുകൾ ഇങ്ങനെ ആലപിക്കാൻ തുടങ്ങി. ഏക്കെ ബാത് ദൂസരി, ഒന്നിനു ശേഷം മറ്റൊന്ന്, ഫിർ തീസരി, പിന്നെ വേറൊന്ന്, അങ്ങനെ 3 ഗസലുകൾ ആലപിച്ചു. മേൻ നാവ് ഔസ്കി തരഫ് ദേഖ് രഹാ, ഞാൻ തോണിയിൽ ഇങ്ങനെ കിടന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിന്നു. മോഹൻ രാഗേഷ് പറയും, ഉസ് സർദി മേ ഭീ വഹ് സിർഫ് ഏക് തഹ്മത്ത് ലഗായി, ആ തണുപ്പിൽ പോലും അദ്ദേഹം കേവലം ഒരു ലുങ്കി മാത്രമായിരുന്നു ധരിച്ചിരുന്നത്, തഹ്മത്ത്. ഗലെ മേ ബനിയൻ തക്നയിലെ, ഒരു ബനിയൻ പോലും അദ്ദേഹം ഇട്ടിരുന്നില്ല. ഉസ്കി താടി കെ ഹി നഹി ഛാത്തി കെ ഭീ ബാൽ സഫേദ് ഹോ ചുക്കെ, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ മാത്രമല്ല നെഞ്ചിലെ രോമങ്ങൾ പോലും വെളുത്ത കളറായിരുന്നു, നരച്ചിരുന്നു എന്നൊക്കെ പറയാം. जब वह चप्पू चलाने लगता तो उसकी मांसपेशियां इस तरह हिलती जैसे उनमें फौलात बराबर, അദ്ദേഹം ഈ തുഴ ഇങ്ങനെ തുഴയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാംസപേശികൾ നല്ല ദൃഢമായിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മാംസപേശികൾക്കൊക്കെ വല്ലാത്ത സ്ട്രോങ് ആയ അവസ്ഥ ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അവസാനത്തെ ഒരു ഭാഗം കൂടി നോക്കൂ. തീസരി ഗസൽ സുനാകർ ഖാമോഷ് ഹോ ഗയ, അങ്ങനെ 3ാമത്തെ ഗസലും കേൾപ്പിച്ചിട്ട് അദ്ദേഹം ഖാമോഷ്, നിശബ്ദനായിരുന്നു. ഉസ്കി ഖാമോഷ് ഹോ ജാനെ സെ സാരാ വാതാവരൺ ഹി ബദൽ ഗയ, അദ്ദേഹം നിശബ്ദനായപ്പോൾ അന്തരീക്ഷം മുഴുവനും നിശബ്ദമായി, അന്തരീക്ഷത്തിനും ഒരു മാറ്റം ഉണ്ടായി. രാത്രിയാണ്, സർദി നല്ല തണുപ്പുണ്ട്, അവർ നാവുക ഹിലൻ തോണി ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇൻ സബ്ക അനുഭവം പഹലെ നെഹി മോല, ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായത്. അബുഹനയിലേക്ക് ആ അനുഭവം ഇന്ന് ഞങ്ങൾക്കുണ്ടായി, മനോഹരമായിട്ടുള്ള ഒരു അനുഭവം. രാത്രിയിലെ സമയമാണ്. ചീൽ കാ വിസ്താർ ബി ജൈസെ ഉത്തിനി ദേർ കെ ലിയെ സിമട്ട് ഗയ താ അബ് ഖുൽ ഗയ, അതുവരെ ഈ തടാകം ചെറുതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്, പക്ഷെ ആ സമയത്ത് ഈ വിശാലമായ ഒരു തടാകമാണെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു തുടങ്ങി. അബ് ലൗട്ട് ചലേ സാഹബ്, നമുക്കിനി തിരിച്ചു പോവാം സാഹബ്. കുച്ച് ദേർ കെ ബാദ് ഉസ്നെ കഹാ, കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സർദി പട് രഹി ഔർ മേ അപ്പിനി ചാദർ സാത്ത് നഹി ലായ, തണുപ്പ് വർദ്ധിക്കുകയാണ്, തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ വസ്ത്രമൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയില്ലേ, പുതപ്പൊന്നും എടുത്തിട്ടില്ല, ചാദർ. അവിനാശിനെ ഛട്ട് സേ അപ്ന കോട്ട് ഉദാർക്കർ ഉസ്കി തർഫ് പടാ ദിയ, അവിനാശ് പെട്ടെന്ന് തന്നെ തന്റെ കോട്ട് ഉരിയിട്ട് ഈ വൃദ്ധനായ അബ്ദുൽ ജബ്ബാറിനെ കൊടുത്തു. ലോ തും ഇതെടുത്തിട്ട് നിങ്ങൾ ധരിച്ചോളൂ. അബി ഹം ലൗട്ടുകർ നെഹി ചലെങ്കിൽ, ഇന്ന് നമ്മൾ എന്തായാലും തിരിച്ചു പോകുന്നില്ല. ലൗട്ടുകർ നെഹി ചലെങ്കിൽ, നമ്മൾ തിരിച്ചു പോകുന്നില്ല. തുമേ കോയി ഖാലിബ് കി ചീസ് യാദ് ഹോ, നിങ്ങൾക്ക് ഖാലിബിന്റെ ഏതെങ്കിലും ഗസലുകൾ അറിയോ? തോ സുനാവോ, അതറിയെങ്കിൽ ഞങ്ങളൊന്ന് കേൾപ്പിക്കോ എന്ന് അവിനാശ്
ഈ വൃദ്ധനായ തോണിക്കാരനായ അബ്ദുൽ ജബ്ബാറിനോട് പറഞ്ഞു. ബൂഡെ മല്ലാഹിനെ എത്രാജ് നഹിക്കിയ, ആ അദ്ദേഹം പറഞ്ഞതിന് യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിച്ചില്ല ഈ വൃദ്ധനായ തോണിക്കാരൻ. എത്രാജ്, എതിർപ്പ് പ്രകടിപ്പിക്കാൻ. ചുപ്ചാപ്പ് അവിനാശ് ക കോട്ട് പഹലിയ, ഒന്നും മിണ്ടാതെ അവിനാശ് കൊടുത്ത കോട്ട് അദ്ദേഹം ധരിച്ചു. അവർ ഗാലിബ് ഗസൽ സുനാനിലേക്ക, ഗാലിബിന്റെ മനോഹരമായ ഒരു ഗസൽ അദ്ദേഹം കേൾപ്പിക്കാൻ തുടങ്ങി. മുദ്ദത്ത് ഹുയി ഹേ യാർ കോ മെഹ്മാൻ കിയ ഹുയി, കുറേ കാലങ്ങൾക്ക് ശേഷം സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ആ ഗസലിന്റെ അർത്ഥം. മുദ്ദത്ത് ഹുയി ഹേ യാർ കോ മെഹ്മാൻ കിയ ഹുയി. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കുകളാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പം നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്റർ വായിക്കുക എന്നതാണ് ഈ പാർട്ടിൽ. മുഴുവനായിട്ട് വായിക്കണം, അത് വളരെ വേഗത്തിൽ മനസ്സിലാവും. അതിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ, കൊച്ചി, കണ്ണൂർ പറയുന്നുണ്ട്, കൊല്ലം പറയുന്നുണ്ട്, ആലപ്പുഴ പറയുന്നുണ്ട്, തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതിലെ പ്രത്യേകതകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പാഠം നന്നായിട്ട് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ വർക്കുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്.